ഹലോ സ്റ്റുഡൻസ്, ഈ വരുന്ന ഓണം എക്സാമിനേഷന് അക്കൗണ്ടൻസിയുടെ കൂടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പണി കിട്ടും. കാരണം അക്കൗണ്ടൻസി പോർഷൻസ് കൃത്യമായിട്ട് നമുക്കറിയാം. ഈ ഒരു സെപ്റ്റംബർ മന്ത് വരെ, ഓണം എക്സാമിനേഷൻ മന്ത് വരെ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റിന്റെ കൂടെ തന്നെ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ അപ് ടു ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിലാണ്. കൂടെ തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ്, ദാറ്റ് ഈസ് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് സ്പ്രെഡ്ഷീറ്റ്. നമുക്കറിയാം, നിങ്ങളുടെ സ്കൂളുകൾ ഒരുപക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കഴിഞ്ഞവരുണ്ടാവും, പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞവരുണ്ടാവാം. തീർച്ചയായും ഈ എക്സാമിനേഷന് കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കണം, അത് പ്രിപ്പയർ ചെയ്തിരിക്കണം. കാരണം പബ്ലിക് എക്സാമിനേഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് 6 ചാപ്റ്റേഴ്സ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 2 ചാപ്റ്റർ പഠിക്കേണ്ടത് ഈ സമയത്ത് തന്നെയാണ്. ബിക്കോസ് അതിൽ 8 മാർക്സ് ആണ് പബ്ലിക് എക്സാമിന് വരുന്നതെങ്കിൽ 20 മാർക്സിനാണ് ഓണം എക്സാമിനേഷന് വരുന്നത്. അപ്പോൾ ഈ 20 മാർക്കിന് ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പബ്ലിക് എക്സാമിനേഷൻ ഇത് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിന്റെ കൂടെ തന്നെ അടുത്ത് വരുന്ന 4 ചാപ്റ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രാക്ടിക്കൽ സൈഡ് വരുന്നതാണ്, അതിന് കൂടെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് തീർച്ചയായും ഈ ഓണം എക്സാമിന് ശേഷം നമുക്ക് ഹാഫ് ഇയർ എക്സാമിനേഷനോ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് വരുമ്പോൾ ആ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ അക്കൗണ്ടൻസിയുടെ പാർട്ണർഷിപ്പ് സൈഡും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ 2 ചാപ്റ്റേഴ്സും പഠിച്ച് നീറ്റാക്കി വെക്കണം. അത് പ്രസന്റ് ചെയ്യുന്ന കുട്ടികളായിട്ട് മാറണം. ഇനി ഒരു പക്ഷേ നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സൈലം കൊമേഴ്സ് ടീം റെഡിയാണ്. യുവ ബാച്ചിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് അതിന്റെ സഹായങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. തീർച്ചയായും നമ്മൾ ഇതിന്റെ കൂടെ തന്നെ, ഈ എക്സാമിനേഷന്റെ കൂടെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം. ഇല്ലെങ്കിൽ ഫൈനൽ എക്സാമിനേഷന് തീർച്ചയായും പണി കിട്ടും.